Hi, welcome all to Winners and Tech Hub Classes YouTube channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ റോയൽ ബാച്ച് PYQ സീരീസിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ഫാക്ടറി സൈൻ ബോയിലേഴ്സ് ഗ്രേഡ് 2 എക്സാം കമ്പൈൻഡ് എക്സാമിന് 2023 050/23 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ ചോദിച്ച ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിലെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ സെറ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആ ചാനൽ ആ പ്ലേലിസ്റ്റിൽ നിന്ന് ആ വീഡിയോ കാണുക. അതിനുശേഷം എന്ത് ചെയ്യുക, രണ്ടാമത്തെ സെറ്റിലേക്ക്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെഷനിലോട്ട് പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നത്. സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു ഓപ്ഷൻ എ അഡിഷൻ, ഓപ്ഷൻ ബി ഗ്രാവിറ്റി ആൻഡ് അഡിഷൻ, ഓപ്ഷൻ സി സ്റ്റാഗ്നേഷൻ പ്രഷർ, ഓപ്ഷൻ ഡി കൊഹിഷൻ. അല്ലേ, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് പഠിക്കുന്നു. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? സർഫസ് ടെൻഷൻ. എന്താ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത്. അല്ലേ, ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയാം, അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയാം. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സർഫസ് ടെൻഷൻ എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. അല്ലെ, ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ. അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂണിറ്റ്, സർഫസ് ടെൻഷൻ യൂണിറ്റ് എന്താണ്? ഒന്നുകിൽ ന്യൂട്ടൺ പെർ മീറ്ററിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ജൂൾ പെർ മീറ്റർ സ്ക്വയറിൽ നമുക്ക് എന്ത് ചെയ്യാം, സർഫസ് ടെൻഷൻ എക്സ്പ്രസ് ചെയ്യാം ഡ്യൂ ടു ദീസ് ടു ഡെഫിനിഷൻസ്. ഓക്കെ, ഫോഴ്സ് ബൈ ലെങ്ത് ആകുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ വരുന്നു, എനർജി ബൈ ഏരിയ ആകുമ്പോൾ ജൂൾ പെർ മീറ്റർ സ്ക്വയർ വരുന്നു. അതേപോലെ തന്നെ യൂണിറ്റിന്റെ കൂടെ തന്നെ നമ്മൾ ഡയമെൻഷൻ കൂടെ ഓർത്ത് വെച്ചേക്കുക. എന്താണ് ഡയമെൻഷൻ? എന്താ വരുന്നത്? ഫോഴ്സിന്റെ ആകുമ്പോൾ mlt⁻², അല്ലെ, mlt⁻² ബൈ മീറ്റർ ലെങ്ത്. അപ്പൊ നമുക്ക് mt⁻². ഇതാണ് സർഫസ് ടെൻഷന്റെ ഡയമെൻഷൻ. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ചോദ്യം സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്? അല്ലെ, നമുക്കറിയാം ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ അൺബാലൻസ്ഡ് കോഹീസിവ് ഫോഴ്സ്. കാരണം രണ്ട് ഫ്ലൂയിഡുകളുടെ ഇന്റർഫേസിലാണ് നമുക്ക് എപ്പോഴും സർഫസ് ടെൻഷൻ ഫിനോമിന റൈസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? കോഹീസിവ് ഫോഴ്സിന്റെ അൺബാലൻസ്ഡ് മൂലമാണ്. അല്ലെ, അപ്പോൾ സർഫസ് ടെൻഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു കൊഹിഷൻ. അപ്പോൾ സർഫസ് ടെൻഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു എന്ത് തന്നെയാണ്? കൊഹിഷൻ. ഓപ്ഷൻ ഡി തന്നെയാണ് അവിടെ റൈറ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി സർഫസ് ടെൻഷൻ എങ്ങനെയാണ് ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യുന്നത്? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം കോഹീസിവ് ഫോഴ്സ് എന്ത് ചെയ്യും? കോഹീസിവ് ഫോഴ്സ് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ എന്ത് ചെയ്യും? കുറയുന്നു. അതുകൊണ്ട് തന്നെ കോഹീസിവ് ഫോഴ്സ് മൂലമാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും? കുറയും. സോ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സർഫസ് ടെൻഷൻ ഡിക്രീസസ്. ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി. പിന്നെ നമ്മൾ സർഫസ് ടെൻഷൻ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റേ എക്സസ് പ്രഷറിന്റെ എക്സ്പ്രഷൻ, ലിക്വിഡ് ഡ്രോപ്ലെറ്റ്, ഹോളോ ബബിള്, ലിക്വിഡ് ജെറ്റ്, ഈ 3 കേസിലെയും എക്സസ് പ്രഷറിന്റെ എക്സ്പ്രഷൻസുകൾ പഠിക്കുക. ആ എക്സ്പ്രഷനെ ബേസ് ചെയ്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ഇക്വേഷനോ അല്ലെങ്കിൽ അതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് A ലെവൽ എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ആ ടോപ്പിക് ഒക്കെ എന്ത് ചെയ്യുക, കാര്യമായി തന്നെ പഠിച്ചു പോകും. ഓക്കെ, സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, അവിടെയും നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ചോദ്യം വന്നു. ദ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി റിലേറ്റ്സ്. അല്ലേ, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. അല്ലേ, വിസ്കോസിറ്റി. അവിടെ നമ്മൾ ഒരു ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പഠിക്കുന്നുണ്ട്. എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നത്? ദ ഷിയർ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേഡിയന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെയിൻ റേറ്റിന് dθ/dt ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെ നമ്മൾ എങ്ങനെ എഴുതും? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy, അല്ലെങ്കിൽ നമ്മൾ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു dθ/dt. ഇങ്ങനെയാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ എഴുതുന്നത്. അല്ലേ, കാരണം ഈ du/dy അതായത് വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് dθ/dt അതായത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലേ, റേറ്റ് ഓഫ് ആംഗുലാർ ഡിഫോർമേഷൻ, ഇതിന് ഈക്വൽ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് ഈക്വൽ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് സെഷൻസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy അല്ലെങ്കിൽ മ്യൂ ഇൻറ്റു dθ/dt. ഈ എക്സ്പ്രഷൻ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ്. അല്ലേ, അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് തരുന്നത്? ഷിയർ സ്ട്രെസ്സും വെലോസിറ്റി ഗ്രേഡിയന്റും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഷിയർ സ്ട്രെസ്സും റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇറ്റ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഷിയർ സ്ട്രെസ് ആൻഡ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ. ഷിയർ സ്ട്രെസ്സും റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, റേറ്റ് ഓഫ് ആംഗുലാർ ഡിഫോർമേഷൻ തമ്മിലുള്ള റിലേഷൻ ആണ്, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സും വെലോസിറ്റി ഗ്രേഡിയന്റും തമ്മിലുള്ള റിലേഷൻ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി തരുന്നത്. സോ ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ്. ഓക്കെ, സോ ഈ ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് A ലെവൽ എക്സാമുകൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. എ pitot-static tube measures ഓപ്ഷൻ എ ഡൈനാമിക് പ്രഷർ, ഡിഫറൻസ് ഇൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പ്രഷർ, സ്റ്റാറ്റിക് പ്രഷർ, അറ്റ്മോസ്ഫറിക് പ്രഷർ. നമുക്കറിയാം pitot-static tube അല്ലേ, നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് ആണ്. നമ്മുടെ ബെർണോളിസ് ഇക്വേഷന്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് അല്ലേ പിറ്റോട്ട് ട്യൂബ് അല്ലേ. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ഒരു ഗിവൺ പോയിന്റിലെ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പിറ്റോട്ട് ട്യൂബ് യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി മെഷർ ചെയ്യുന്നത് എന്താണ്? ഡൈനാമിക് പ്രഷർ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ. നമ്മളവിടെ എക്സ്പ്രഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. എന്താണ് എക്സ്പ്രഷൻ? ആക്ച്വൽ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ CV into √2gh. ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്താണ് നമ്മളവിടെ ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. വേർ CV is the coefficient of velocity and h എന്ന് പറയുന്നതാണ് എന്ത്? ഡൈനാമിക് പ്രഷർ ഹെഡ്. എച്ചിനെയാണ് നമ്മൾ ഡൈനാമിക് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈനാമിക് പ്രഷർ ഹെഡ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ വഴി എന്ത് ചെയ്യുന്നത്? ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ ഡൈനാമിക് പ്രഷർ ഹെഡ് അല്ലാതെ മറ്റ് പ്രഷർ ഹെഡുകൾ നമുക്കറിയാം. സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് ഉണ്ട്, സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ഉണ്ട്. നമുക്കറിയാം എന്താ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് ഇറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ്. സ്റ്റാറ്റിക് പ്രഷർ ഹെഡിന്റെയും ഡൈനാമിക് പ്രഷർ ഹെഡിന്റെയും സമ്മേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റ് ഓർത്തിരിക്കണം. ചിലപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളിൽ അവർ ചോദിക്കാറുള്ളത് ക്വസ്റ്റ്യനിൽ ഡൈനാമിക് പ്രഷർ ഹെഡ് ഡയറക്റ്റ് ആയിട്ട് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് ഡൈനാമിക് പ്രഷർ ഹെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യാം? ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ചില സമയങ്ങളിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഡൈനാമിക് പ്രഷർ ഹെഡ് തരില്ല. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൈനാമിക് പ്രഷർ ഹെഡ് തരില്ല, അതിന് പകരം സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡും സ്റ്റാറ്റിക് പ്രഷർ ഹെഡും ക്വസ്റ്റ്യൻ തരും. ഓക്കെ, സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് 8 മീറ്റർ, സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് 4 മീറ്റർ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് പ്ലസ് ഡൈനാമിക് പ്രഷർ ഹെഡ്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് ഡൈനാമിക് പ്രഷർ ഹെഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ എക്സാമുകൾക്ക് ഈ കൺസെപ്റ്റിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. നോട്ട് ചെയ്യണം, ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എച്ച് CV into √2gh ഈ എച്ച് എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അതെന്താണ്? അത് ഡൈനാമിക് പ്രഷർ ഹെഡ് ആണ്. അപ്പൊ ഡൈനാമിക് പ്രഷർ ഹെഡിന്റെ വാല്യൂ വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ക്വസ്റ്റ്യൻസ് 2 രീതിയിലും വരാം. ഒന്നുകിൽ ഡൈനാമിക് പ്രഷർ ഹെഡ് ഡയറക്റ്റ് ആയിട്ട് ഗിവൺ ഡേറ്റ ആയിട്ട് തരാം, അതർവൈസ് സ്റ്റാറ്റിക്കും സ്റ്റാഗ്നേഷനും തന്നിട്ട് അതിൽ നിന്ന് ഡൈനാമിക് കണ്ടുപിടിച്ചുള്ള രീതിയിലും ക്വസ്റ്റ്യൻസുകൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഈസി ആയിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. എന്താണ് മെഷർ ചെയ്യുന്നത്? എന്താണ് ഡൈനാമിക് പ്രഷർ? ആ ഹെഡ് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വൽ വെലോസിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് അവിടെ എന്ത്? റൈറ്റ് ആൻസർ. ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ എ ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. എന്താണ്? ദ പ്രഷർ ഗ്രേഡിയന്റ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് റെപ്രസെന്റഡ് ബൈ. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡില് എക്സ് ഡയറക്ഷനിലെ പ്രഷർ ഗ്രേഡിയന്റ് എന്താണ്? പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ. പൊസിഷൻ അനുസരിച്ചുള്ള പ്രഷറിന്റെ ചേഞ്ചിനെയാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ലെറ്റ്സ് ഒരു സിലിണ്ടർ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു സിലിണ്ടർ എടുക്കുകയാണ്, ഇതിനകത്തോട് എന്ത് ചെയ്യുക? ഫ്ലൂയിഡ്. ഇതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താ? ഇതെന്ത് ഫ്ലൂയിഡ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇതൊരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഇതൊരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണ്. സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡ് എന്തിലിരിക്കുകയാണ്? ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സ്റ്റാറ്റിക് ഫ്ലൂയിഡിലാണ് നമ്മൾ പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുന്നത്. എന്താ പാസ്കൽസ് ലോ? ദ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എനി പോയിന്റ് ഓൺ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ അല്ലേ. ഏതൊരു പോയിന്റ് എടുത്താലും, ലെറ്റ്സ് സേ ഇവിടെ ഈ പോയിന്റ് എടുക്കുന്നു, ഈ പോയിന്റ് എടുത്താലും, ഈ പോയിന്റ് എടുത്താലും, ഈ പോയിന്റ് എടുത്താലും, ഏത് പോയിന്റ് എടുത്താലും അവിടെ പ്രഷർ ഇന്റൻസിറ്റി എന്താണ്? എല്ലാ ഡയറക്ഷനിലും സെയിം ആണ് അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, മേ ബി എക്സ് ഡയറക്ഷൻ നമുക്ക് എടുക്കാം. ഈ എക്സ് ഡയറക്ഷൻ എടുക്കുവാണെങ്കിൽ ഇവിടെ ഏത് പോയിന്റ് എടുത്താലും പ്രഷർ എന്താണ്? സെയിം ആണ്. ഈ പോയിന്റിൽ എക്സേർട്ട് ചെയ്യുന്ന എല്ലാ ഡയറക്ഷനിലും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ സെയിം ആണ്. ഈ പോയിന്റിലും എന്താണ്? സെയിം ആണ്. ബിക്കോസ് ദാറ്റ്സ് എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്. സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ പാസ്കൽസ് ലോ നമുക്കറിയാം. ദ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനിലെ ഏതൊരു പോയിന്റിലെയും പ്രഷർ സെയിം ആണെന്ന് പറഞ്ഞാൽ ഡോ പി ബൈ ഡോ എക്സിന്റെ വാല്യൂ എന്നത് എന്തായിരിക്കും? 0. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 അല്ലേ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? കാരണം സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണ്. ഏത് പോയിന്റ് എടുത്താലും അവിടെ പ്രഷർ ഇന്റൻസിറ്റി സെയിം ആണ്. പാസ്കൽസ് ലോ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഏത് പോയിന്റ് എടുത്താലും ഈ പോയിന്റിലെ പ്രഷർ, ഈ പോയിന്റിലെ പ്രഷർ എല്ലാം സെയിം ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ പ്രഷറിന് ചേഞ്ച് ഉണ്ടോ? എക്സ് ഡയറക്ഷനിൽ ഇല്ല. ഏത് പൊസിഷനിലും പ്രഷർ സെയിം ആണ്. സോ ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ, പ്രഷർ ഗ്രേഡിയന്റ് ഇൻ എക്സ് ഡയറക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, ഇനി പ്രഷർ ഇന്റൻസിറ്റി ഇൻ ഇസഡ് ഡയറക്ഷൻ. നമുക്ക് ഇസഡ് ഡയറക്ഷൻ നോക്കാം. ഇസഡ് ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ തന്നെ വരും അല്ലേ. ഡോ പി ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് റോ ജി. നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ഡോ പി ബൈ ഡോ ഇസഡ് ഇൻ ഇസഡ് ഡയറക്ഷൻ. വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമുക്കറിയാം എന്താ? ഡോ പി ബൈ ഡോ ഇസഡ് എന്താണ്? മൈനസ്. കാരണം മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്താണ്? മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച്
മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് എന്താണ് പ്രഷർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള പ്രഷർ എന്താണ് ഇത്രയും ഹൈറ്റിലുള്ള അവിടെ പ്രഷർ കുറവാണ്, താഴേക്ക് വരുന്നതനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യാണ് കൂടി വരികയാണ് അല്ലേ. സോ ഇവിടെ നെഗറ്റീവ് സൈൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അപ്വേർഡ് മുകളിലേക്ക് പോകുമ്പോൾ പ്രഷർ കുറയുന്നു, അതിന്റെ ഇൻഡിക്കേഷൻ ആണ് നെഗറ്റീവ് സൈൻ. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷൻ അല്ലേ ഇസഡ് ഡയറക്ഷനിൽ നമുക്ക് അത് പറയാം. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന എക്സ് ഡയറക്ഷൻ ആണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൂഡീസ് ചാർട്ട് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ. മൂഡീസ് ചാർട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ റെയ്നോൾഡ്സ് നമ്പർ, ഓപ്ഷൻ ബി നെസൽറ്റ് നമ്പർ, ഓപ്ഷൻ സി ഫ്രിക്ഷൻ ഫാക്ടർ, ഓപ്ഷൻ ഡി സർഫസ് ടെൻഷൻ. അപ്പൊ നമുക്ക് മൂഡീസ് ചാർട്ടിന്റെ സഹായത്തോടെ നമ്മൾ എന്താ ഫ്രിക്ഷൻ ഫാക്ടർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്യാപിറ്റൽ എഫ് ഫ്രിക്ഷൻ ഫാക്ടർ അല്ലേ. നമ്മൾ ഫ്ലോ ത്രൂ പൈപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഫ്രിക്ഷൻ ഫാക്ടറിന്റെ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഫ്രിക്ഷൻ ഫാക്ടർ അല്ലെ ഫ്ലോ ത്രൂ പൈപ്പിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷനകത്ത് ഡാഴ്സി വേസ്ബർഗ് ഇക്വേഷനകത്തൊക്കെ നമ്മൾ ഫ്രിക്ഷൻ ഫാക്ടർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ ഫ്രിക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് മൂഡീസ് ചാർട്ട്. അതാണ് ഇത് കണക്കാണ് മൂഡീസ് ചാർട്ട്. അപ്പോൾ അവിടെ ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് കിട്ടുന്നത്? ഫ്രിക്ഷൻ ഫാക്ടറും റെയ്നോൾഡ്സ് നമ്പറും അതേപോലെ തന്നെ റിലേറ്റീവ് റഫ്നെസ്സും. നമ്മുടെ പൈപ്പിന്റെ ഇപ്പോൾ സ്മൂത്ത് പൈപ്പ് ആയെങ്കിലും റഫ് പൈപ്പ് ആണെങ്കിൽ അതിനൊരു റിലേറ്റീവ് റഫ്നെസ് ആണ്. ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് ആക്ച്വലി മൂഡീസ് ചാർട്ട് തരുന്നത്. മൂഡീസ് ചാർട്ടിന്റെ വൈ ആക്സിസിലാണ് നമ്മൾ ഫ്രിക്ഷൻ ഫാക്ടർ എടുക്കുന്നത്, എക്സ് ആക്സിസിലാണ് റെയ്നോൾഡ്സ് നമ്പർ. ഈ കർവുകളാണ് എന്ത് റിലേറ്റീവ് റഫ്നെസ് തരുന്നത്, റിലേറ്റീവ് റഫ്നെസ്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫ്രിക്ഷൻ ഫാക്ടർ നമുക്ക് കിട്ടും. സോ ഓപ്ഷൻ സി ആണ് അവിടെ എന്ത് റൈറ്റ് ആൻസർ. ഫ്രിക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് മൂഡീസ് ചാർട്ട്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം നമുക്ക്. യെസ്, നമുക്ക് ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്ന് അല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്ന് ചോദിച്ച ഒരു 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ. ഡ്രാഫ്റ്റ് ട്യൂബ് നമ്മൾ ഏത് ടർബൈനിലാണ് യൂസ് ചെയ്യാത്തത്? ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ, പെൽട്ടൺ ടർബൈൻ, നൺ ഓഫ് ദ. നമുക്കറിയാം ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നതിന്റെ പർപ്പസ് നമുക്കറിയാം അല്ലേ. ഡ്രാഫ്റ്റ് ട്യൂബ് എന്താ? ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ഉള്ള ഒരു ട്യൂബാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. അപ്പൊ ഈ ട്യൂബ് നോർമലി നമ്മൾ റിയാക്ഷൻ ടർബൈനുകളിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ റിയാക്ഷൻ ടർബൈൻ. ഇമ്പൾസ് ടർബൈനുകളിൽ നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യാറില്ല. എന്താണ് റീസൺ? കാരണം നമുക്കറിയാം ഇമ്പൾസ് ടർബൈൻ്റെ കേസിൽ മൂവിംഗ് ബ്ലേഡിലൂടെ വാട്ടർ പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രഷർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് റിമെയിൻസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ. ആസ് വാട്ടർ ഫ്ലോസ് ഓവർ ദ മൂവിംഗ് ബ്ലേഡ് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ ഇമ്പൾസ് ടർബൈൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ റണ്ണറിന്റെ എക്സിറ്റിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ വെള്ളത്തിന്റെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ടെയിൽ റൈസിലോട്ട് വരും. പക്ഷേ റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ നമുക്കറിയാം മൂവിംഗ് ബ്ലേഡിലൂടെ വെള്ളം പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ അതിന്റെ പ്രഷർ എനർജി എന്ത് ചെയ്യുന്നു? കുറയുന്നുണ്ട്. പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും കൺവേർട്ട് ചെയ്താണ് അവിടെ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തത്. സോ വെൻ വാട്ടർ ഫ്ലോസ് ത്രൂ ദ മൂവിംഗ് ബ്ലേഡ് ഓഫ് എ റിയാക്ഷൻ ടർബൈൻ ഇറ്റ്സ് പ്രഷർ എന്ത് ഡിക്രീസസ്. പ്രഷർ ഡിക്രീസസ്. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ ടർബൈൻ്റെ റണ്ണർ എക്സിറ്റിൽ വരുന്ന സമയത്ത് വെള്ളത്തിന്റെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. സോ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? എന്ത് ചെയ്യുക? ടെയിൽ റൈസിലേക്ക് ഫ്ലോ ചെയ്ത് സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്ത് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റണ്ണറിന്റെ എക്സിറ്റില് റിയാക്ഷൻ ടർബൈൻ്റെ റണ്ണറിന്റെ എക്സിറ്റില് നമ്മളൊരു ഡ്രാഫ്റ്റ് ട്യൂബ് വയ്ക്കും. ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏരിയ എന്താ? ഇങ്ങനെ ഗ്രാജുവലി ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഏരിയ കൂടുമ്പോൾ നമുക്കറിയാം ഉറപ്പായിട്ടും ബൈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെലോസിറ്റി എന്ത് ചെയ്യും? വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ കൈനറ്റിക് എനർജി കുറയുന്നു. അതായത് എക്സസ് കൈനറ്റിക് എനർജി, നമ്മുടെ റണ്ണറിന്റെ എക്സിറ്റിലുള്ള എക്സസ് കൈനറ്റിക് എനർജി എന്ത് എനർജിയിലേക്ക് മാറുന്നു? പ്രഷർ എനർജിയിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? വെള്ളം സ്മൂത്ത് ആയിട്ട് പ്രഷർ കൂടുന്നത് കൊണ്ട് വെള്ളം എന്ത് ചെയ്യും? നേരെ ടെയിൽ റൈസിലോട്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റിയാക്ഷൻ ടർബൈനുകളിലാണ് യൂസ് ചെയ്യുന്നത്. റിയാക്ഷൻ ടർബൈൻ്റെ റണ്ണർ എക്സിറ്റുകളിലാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു കൺവേർട്ട് ദ എക്സസ് കൈനറ്റിക് എനർജി അത് റണ്ണർ എക്സിറ്റ് ടു പ്രഷർ എനർജി. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ ടർബൈനുകളിൽ മാത്രമാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു റിയാക്ഷൻ ടർബൈൻ ആണ്. കപ്ലാൻ ടർബൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയാക്ഷൻ ടർബൈൻ ആണ്. ബട്ട് പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്നത് ഒരു ഇമ്പൾസ് ടർബൈൻ ആണ്. ഇമ്പൾസ് ടർബൈനിൽ നമ്മൾ പറഞ്ഞു ഡ്രാഫ്റ്റ് ട്യൂബുകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇമ്പൾസ് ടർബൈൻ്റെ റണ്ണർ എക്സിറ്റിലുള്ള വെള്ളത്തിന്റെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ആണ്. സോ അത് സ്മൂത്ത് ആയിട്ട് ടെയിൽ റൈസിലോട്ട് വരും. സോ ഇമ്പൾസ് ടർബൈന് നമുക്ക് എന്ത് വേണ്ട? ഡ്രാഫ്റ്റ് ട്യൂബ് വേണ്ട. അപ്പോൾ നോട്ട് റിക്വയർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി.
ക്ലിയർ ആണല്ലോ. ഫ്രാൻസിസും കപ്ലാനും ഒക്കെ എന്താണ്? റിയാക്ഷൻ ടർബൈനുകളാണ്. അപ്പോൾ ഹൈഡ്രോളിക് ടർബൈൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമുകൾക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ടർബൈനെ പല രീതിയിൽ നമ്മൾ പല ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ബേസ്ഡ് ഓൺ ദ ഹെഡ് അവൈലബിൾ അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ടർബൈൻ, ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് സ്പീഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ടർബൈൻ, ബേസ്ഡ് ഓൺ ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് വാട്ടർ ഫ്ലോ, വെള്ളത്തിന്റെ ഡയറക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസുകൾ നമ്മൾ ടർബൈനിൽ വരുത്തുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷനും അതിന്റെ എക്സാമ്പിൾസുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. കാരണം ഒരു ചോദ്യം മിക്ക എക്സാമുകൾക്കും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പെസിഫിക് സ്പീഡ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഇസ് ഗിവൺ ബൈ. ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റൻ ആണ് വീണ്ടും ചോദിച്ചത്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ സ്പെസിഫിക് സ്പീഡിന്റെ എക്സ്പ്രഷൻ എന്താണ്? നമ്മൾ ഹൈഡ്രോളിക് ടർബൈൻ പഠിക്കുമ്പോഴും പമ്പ് പഠിക്കുന്ന സമയത്തും സ്പെസിഫിക് സ്പീഡിന്റെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. സ്പെസിഫിക് സ്പീഡ് അല്ലേ. ടർബൈന്റെ സ്പെസിഫിക് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ? ടർബൈൻ specific speed is given by the equation n root p divided by h raised to 5/4. ഇതാണ് സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ അല്ലേ. വേറെ n എന്ന് പറഞ്ഞാൽ എന്താ? n സ്പീഡാണ്. സ്പീഡ് ഇൻ ആർ പി എം. സ്പീഡ് ഇൻ ആർ പി എം. പി എന്ന് പറയുന്നത് പവർ ആണ്. അത് ഏത് യൂണിറ്റിൽ കൊടുക്കണം? പവർ ഇൻ കിലോ വാട്ട്. കിലോ വാട്ടിൽ വേണം പവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് അവൈലബിൾ അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ. സോ n root p by h raised to 5/4 ചെയ്താൽ നമുക്ക് ടർബൈനിന്റെ സ്പെസിഫിക് സ്പീഡ് കിട്ടും. സിമിലർലി സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കണ്ടുപിടിക്കാൻ n root q divided by hm raised to 3/4. ശ്രദ്ധിക്കുക, ഇക്വേഷൻസിൽ മാറ്റമുണ്ട്. ഇവിടെ n root p by h raised to പവർ നോക്കുക 5/4 ആണെങ്കിൽ ഇവിടെ n root q by hm raised to 3/4. ഇവിടെയും n എന്ന് പറയുന്നത് സ്പീഡ് തന്നെയാണ്, സ്പീഡ് ഇൻ ആർ പി എം തന്നെയാണ്. ബട്ട് സ്റ്റിൽ q എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് എന്തിലാണ് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഡിസ്ചാർജ് ഇൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലേ. ഡിസ്ചാർജ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ് കൊടുക്കേണ്ടത്. എം എന്ന് പറയുന്നത് മാനോമെട്രിക് ഹെഡ് ആണ്. എന്താ ഈ ഹെഡിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് ദ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക്. സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്ന ഹെഡിനെ നമ്മൾ പറയുന്ന പേരാണ് മാനോമെട്രിക് ഹെഡ്. അതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് എക്സാമുകൾക്ക് ചോദിക്കാം. ദ ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക്സ് ഈസ് നോൺ ആസ് മാനോമെട്രിക് ഹെഡ്. അപ്പോൾ ആ മാനോമെട്രിക് ഹെഡിന്റെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതിന്റെ പവർ 3/4 ആണെന്ന് ഓർക്കുക. ടർബൈനിൽ ഇവിടെ പവർ 5/4 ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഡിസ്ചാർജ് കൊടുക്കേണ്ട യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ പമ്പിന്റെ സ്പെസിഫിക് സ്പീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് n root q by h raised to 3/4. h എന്നുള്ളത് മാനോമെട്രിക് ഹെഡ് തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ആണ് അവിടെ എന്ത്? റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസുകൾ കറക്റ്റ് ആയിട്ട് നോക്കി പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആസ് പെർ കോമൺ ഡിസൈൻ പ്രാക്ടീസസ് ദ 3 type of hydraulic turbines in descending order of the flow rates are. Descending order എന്താ? പെൽട്ടൺ, ഫ്രാൻസിസ്, കപ്ലാൻ, ഫ്രാൻസിസ്, കപ്ലാൻ, പെൽട്ടൺ, പെൽട്ടൺ, കപ്ലാൻ, ഫ്രാൻസിസ്, കപ്ലാൻ, ഫ്രാൻസിസ്, പെൽട്ടൺ. അപ്പോൾ ഹൈഡ്രോളിക് ടർബൈനുകളുടെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്ചാർജിന്റെ ഡിസെൻഡിങ് ഓർഡറിലാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്ചാർജ് ഉള്ളത് ഇതിനാണ്? കപ്ലാൻ ടർബൈൻ ആണ് അല്ലേ. കപ്ലാൻ ടർബൈൻ്റെ ഫ്ലോ റേറ്റ് ആണ് കൂടുതൽ അല്ലേ. അതേപോലെ തന്നെ അതിനുശേഷം നമുക്കറിയാം ഫ്രാൻസിസ് എപ്പോഴും മീഡിയം ഇൻ ബിറ്റ്വീൻ കപ്ലാൻ ആൻഡ് പെൽട്ടൺ ആണ്. അതേപോലെ ഏറ്റവും ഡിസ്ചാർജ് കുറവ് ആർക്കാണ്? പെൽട്ടൺ ടർബൈൻ ആണ്. പെൽട്ടൺ അല്ലേ. അപ്പോൾ ഡിസെൻഡിങ് ഓർഡർ, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് നമുക്ക് എഴുതേണ്ടത്. സോ കപ്ലാൻ, ഫ്രാൻസിസ് ആൻഡ് പെൽട്ടൺ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് എന്ത്? റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. അപ്പോൾ ഡിസ്ചാർജ് നമുക്കറിയാം നമുക്ക് ഹെഡിന്റെ ബേസിസ് നമുക്കറിയാം. ഹൈ ഹെഡ് ടർബൈൻ ഏതാണ്? പെൽട്ടൺ ടർബൈൻ ആണ് ഹൈ ഹെഡ് ടർബൈൻ. ഫ്രാൻസിസ് ടർബൈൻ ആണ് മീഡിയം ഹെഡ് ടർബൈൻ. അതേപോലെ കപ്ലാൻ ടർബൈൻ ആണ് ലോ ഹെഡ് ടർബൈൻ അല്ലേ. അപ്പോൾ ഹെഡ് കൂടുതൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ചാർജ് അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പെൽട്ടൺ ആണ് ഡിസ്ചാർജ് കുറവ്, കപ്ലാൻ ആണ് ഡിസ്ചാർജ് കൂടുതൽ. സ്പെസിഫിക് സ്പീഡ് എങ്ങനെയാണ്? സ്പെസിഫിക് സ്പീഡ് എങ്ങനെയാണ് വരുന്നത്? അതും ഹെഡ് ഇൻ ഇൻവേഴ്സ്ലി ആണ്. കാരണം സ്പെസിഫിക് സ്പീഡിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ടർബൈൻ്റെ n root p by h raised to 5/4 ആണ്. അപ്പോൾ ഹെഡ് കൂടുതലുള്ള ടർബൈന് സ്പെസിഫിക് സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. ഹെഡ് കൂടുതലുള്ള ആർക്കാണ്? ഹെഡ് കൂടുതലുള്ളത് പെൽട്ടൺ ടർബൈൻ ആണ്. അതുകൊണ്ട് തന്നെ പെൽട്ടൺ ടർബൈന് സ്പെസിഫിക് സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ ആണ് പെൽട്ടൺ ടർബൈൻ. ഫ്രാൻസിസ് ടർബൈൻ മീഡിയം സ്പെസിഫിക് സ്പീഡ് ടർബൈൻ ആണ്. കപ്ലാൻ ടർബൈൻ ആണ് ഹൈ സ്പെസിഫിക് സ്പീഡ്. കാരണം കപ്ലാൻ ടർബൈൻ്റെ സ്പെസിഫിക് സ്പീഡ് ഹൈ ആവാൻ കാരണം കപ്ലാൻ ടർബൈൻ ലോ ഹെഡ് ടർബൈൻ എക്സാമ്പിൾ ആണ് അല്ലേ. ഹെഡ് കുറവാണെങ്കിൽ സ്പെസിഫിക് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഹെഡ് അവൈലബിൾ അറ്റ് ദ ഇൻലെറ്റ്, ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് സ്പീഡ് അവൈലബിൾ അറ്റ് ദ
സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ ബേസ്ഡ് ഓൺ ദ ഫ്ലോ റേറ്റ്. ഇതിനെയൊക്കെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ഓർഡർ ചോദിക്കാം, അല്ലെങ്കിൽ ഏതാണ് ഹൈ ഹെഡ് ടർബൈൻ എക്സാമ്പിൾ, ഏതാണ് ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ എക്സാമ്പിൾ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. സോ ഓപ്ഷൻ ഡി തന്നെയാണ് അവിടെ എന്ത് റൈറ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ആ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്ന ആ ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എ ഇറിഗേഷൻ 050/23 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഹൈഡ്രോളിക് മെഷീൻസിൽ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ കൺസെപ്റ്റ്സുകളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെയാണ് ചോദിച്ചത്. ഭയങ്കര കൂടുതൽ കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ 1-2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബാക്കിയൊക്കെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് തന്നെ ആ സിലബസ് കവർ ചെയ്ത് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആണ്, കൺസെപ്റ്റ്സ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, റോയൽ ബാച്ച് PYQ സീരീസിലെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻസുകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ എത്തിക്കുക. കാരണം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സുകൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് PYQ സീരീസ് ആയിക്കോട്ടെ, ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിക്കോട്ടെ, എക്സാമിനേഷൻ ടിപ്സുകൾ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് സർക്കുലേറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ 2025 വരാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റോയൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നമ്മളോടൊപ്പം ചേർന്ന് ഈ എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതായത് ഇനി വരാൻ പോകുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സാംസ്, അതിപ്പോൾ ഈ വർഷം 2025 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന നിങ്ങളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന ബാച്ചാണ് റോയൽ ബാച്ച്. സോ അതിന്റെ കൂടുതൽ വിവരങ്ങൾക്കൊക്കെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും നമുക്ക് കാണാം. Until then, thank you all and take care.